ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയായിട്ടാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന കറിയായിരുന്നു ചേമ്പ് വെച്ചിട്ടുള്ള കറികളൊക്കെ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി, മണ്ണൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് നല്ല വൈറ്റ് കളറിൽ നമ്മളിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിയൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ചെത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് കറിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോയുടെ അടുത്ത് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്നത് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 2 വിസിൽ മതിയാകും കുക്കറിലാവുമ്പോൾ. ഞാനിവിടെ കുക്കറിലല്ല ഇപ്പോൾ വേവിക്കുന്നത്, ഞാനിവിടെ ചട്ടിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിലൊക്കെ വേവിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളം നമുക്ക് ചേമ്പിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചട്ടിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് അത്യാവശ്യം എരിവ് മതി, ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോഴും ഇതുപോലെ തന്നെ എല്ലാം ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ ചേർത്തിട്ട് നമുക്ക് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കഷ്ണം നന്നായിട്ട് വേവണം കേട്ടോ. പക്ഷേ ചട്ടിയിലാണെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ചേമ്പിന് അധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യം വന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നിർത്തണം. കാരണം ഇനി നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരും. അപ്പോൾ ഒരുപാട് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഞാൻ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങ ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ടുള്ളൂ. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തേങ്ങയുടെ കൂടെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ഡിഷ്. നമ്മൾക്ക് തേങ്ങയുടെ ഒപ്പം ഫ്ലേവറുകൾ ചേർത്തിട്ടുണ്ടാക്കും, പക്ഷെ ഞാൻ ഇതിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ മാത്രമാണ് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈ തേങ്ങ തിളച്ച് നമ്മുടെ ചേമ്പിലേക്കൊന്ന് പിടിക്കണം. പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഇതിൽ വറ്റിച്ചെടുക്കുന്നില്ല, കാരണം ചേമ്പായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറുകും. അതുപോലെ തന്നെ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് തേങ്ങ തിളച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഈ ചേമ്പൊന്നും അധികം കഴിക്കില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഇതൊക്കെ ശീലിപ്പിച്ചാലാണ് അവർ വലുതായാലും കഴിക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ചാറിൽ നമുക്ക് നിർത്തണം. ഇത് എന്താ പറയുക, നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഇതിലും കുറുകിയിട്ടാണ് നമുക്ക് ഈ ഒരു കറി കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാറിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് വറവിടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ ചീനച്ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അധികം വേണ്ടാത്തവർക്ക് കുറയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ 1 സ്പൂൺ കടുക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 വറ്റൽമുളക് ഞാനിവിടെ നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ആ ഫ്ലേവർ നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നല്ല ഒരു കുറുകിയ പാകമായിട്ട് നമുക്ക് ചേമ്പ് നല്ല പുഴുക്കായിട്ട് കിട്ടുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അറിയില്ലാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.